മുഖെന്താ വല്ലാണ്ടിരിക്കണേ? ഏയ്, ഞാൻ ഇവിടെ ന്യൂസ് കാണായിരുന്നു വയനാട്ടിലത്തെ. എന്തോ ഒരവസ്ഥയിലേ. ആ ശരിയാണില്ലേ, അത് കാണുമ്പോ എന്തോരോ ഇടങ്ങേറ്. അജിക്ക, നമുക്ക് കുറച്ച് പൈസ അയച്ചു തരുമോ? എന്റെ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞിരിക്കണ്. ഫസി, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ ഒരു മാസം നമ്മളെ എല്ലാ അനാവശ്യമുള്ള ചെലവുകളൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുത്തൂടെ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പ് അതൊക്കെ അവരുടെ കയ്യിൽ എത്തുണ്ടോന്ന് എന്താ ഉറപ്പ്? ഇതാണ് നിങ്ങളെ കുഴപ്പം. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഏതോ തലയില്ലാത്ത ആൾക്കാർ, രാഷ്ട്രീയ വിരോധം മതവിരോധമുള്ള ആൾക്കാർ പടച്ചുവിടുന്ന് വിശ്വസിച്ചിട്ട് ഇപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സഹായിക്കുക? ആ സൈറ്റിൽ കയറിയാൽ കാണാം എത്ര വന്ന്, എത്ര പോയി, എത്ര ചെലവഴിച്ച്, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാർക്ക് ഡൗട്ടാണ്. വേറെ ഒന്നിനല്ലല്ലോ ഫസി, നമ്മളെപ്പോലുള്ള ഒരാൾക്കാരല്ലേ, നമ്മളെപ്പോലെ കിടന്നുറങ്ങിയ ഒരാൾക്കാരല്ലേ. അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ? അജിക്ക, നിങ്ങൾ ചീത്ത അറിയുന്ന വെച്ചിട്ട് ഞാൻ പറയാതിരിക്കായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ക്ലബ്ബിലത്തെ കുട്ടികളില്ലേ, ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കുറെ സാധനങ്ങൾ കൊടുക്കേണ്ട പണ്ട് വീട്ടിലേക്ക് വന്നീന്ന് ചോദിക്കാന്. അപ്പൊ നിങ്ങളന്ന് വാങ്ങി തന്നിരുന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ലേ പുതിയത്, അതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തുകണേ. അതിനെന്തിനാ ഈ എന്നെ പോയിരിക്കണേ? ഈ ചെയ്തത് നല്ല കാര്യല്ലേ. നമുക്ക് ഡ്രസ്സ് ഇനിയും ഉണ്ടാക്കിയുണ്ടാവും, പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു, എടുക്കാൻ തുണി പോലും ഇല്ലാതെ കഷ്ടപ്പെടും. ഈ ചെയ്തതാണ് അതിന്റെ ശരി. നിങ്ങളുടെ സഹായം എത്ര ചെറുതാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ അത് അത്യാവശ്യമാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കാം. പലരും ലക്ഷങ്ങളും കോടികളൊക്കെ അയക്കണ കണ്ടിട്ട് എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കുന്നതാവും പലരും. പക്ഷെ നമ്മളൊരു 100 രൂപയാണെങ്കിൽ 100 രൂപ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് സഹായിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. നമ്മൾ ഇതും അതിജീവിക്കും.